നമസ്കാരം സാർ. ട്രബിളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? നല്ലോണം ഓടിയില്ലേ? ഓടാൻ ഞാൻ അടുത്തൊന്നും ഗ്യാസ് ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഓ ശരിയാ സാർ, അവസാനം കൊണ്ടുപോയത് കാര്യം നിസ്സാരവും പ്രശ്നം ഗുരുതരമാണല്ലോ. ഇപ്പൊ സാറിന് ഏതാ വേണ്ടത്? നല്ല ലവ് സ്റ്റോറീസ് ഏതൊക്കെയാ ഉള്ളത്? ഏത് ഭാഷയിലെ ലവാ? ഏതായാലും കുഴപ്പമില്ല, ഉള്ളതെല്ലാം എടുത്തോ. സാറ് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോവാണോ? ഇല്ല, ഒരുപാട് കാസറ്റുകൾ ഒന്നിച്ചെടുത്തോണ്ട് പോകുന്ന തിരക്കഥാകൃത്തുകളാ, അതുകൊണ്ട് ചോദിച്ചാ. കാസറ്റ് ഉണ്ടോ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഞാൻ കൈ കൊണ്ടുപോകണം. അയ്യോ, കൈ കൊള്ളത്തില്ല. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ എല്ലാ സ്റ്റോറിയുള്ള കഥകളിലും ലവ് ഉണ്ട്. കാമുകൻ കാമുകിയെ പ്രേമിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അയൽക്കാരി അയൽക്കാരനെ സ്നേഹിക്കുന്നു, വല്യപ്പൻ വല്യമ്മയെ പ്രേമിക്കുന്നു, ക്യാൻസർ പേഷ്യന്റിനെ എയ്ഡ്സ് രോഗി പ്രേമിക്കുന്നു, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോ സെലക്ട് ചെയ്തെടുത്താ മതി. കുറച്ച് ആക്റ്റീവ് ലവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മനസ്സിലായി അല്ലേ? അയ്യോ അല്ലല്ല, ലവ് ഉള്ളിൽ വെക്കാതെ പ്രകടിപ്പിക്കുന്നത് കണ്ടാ തോന്നണം സ്നേഹിക്കുകയാണെന്ന്. ഓഹോ, എന്നാ കമലഹാസന്റെ കാസറ്റോട്. അതാവുമ്പം കൊടുക്കുന്ന കാശിന് മുഴുവൻ സ്നേഹം കിട്ടും. കൊടുക്കാം. മിണ്ടാപ്പൂച്ച കളി കൊടുക്കും. ആഹാ, സുലി പാവക്കേരിയാണോ? അമ്മേ, ഇത് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് സുലി പാവക്കേരിയെന്ന്. ഓരോ വൃത്തവും കീറ് കൃത്യം. അമ്മയ്ക്ക് ഇതുപോലൊരു മരുമകളെ തപസ്സിരുന്നാ കിട്ടുവോ? രാജീവൻ സ്നേഹിക്കുന്ന പോലെ ആളുകളുടെ മുമ്പിൽ വെച്ച് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ അമ്മയും ചെറുക്കണക്കില്ലേ? മിക്ക വീട്ടിൽ ഇതൊക്കെ നടക്കുന്നതല്ലേ. അമ്മ കണ്ടില്ല എന്ന് വെച്ച് മാറിക്കൊള്ളൂ. അമ്മ മാറിപ്പോണെന്ന് കോമ സാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റാൻ? നീ ഇനി പല എന്റെ സുലു ഇനി അങ്ങോട്ട് അന്തപ്പെടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? തേങ്ങ ചേട്ടനാ എന്തിനാ തേങ്ങ? ജോലി പെട്ടെന്ന് ഒരിക്കൽ നമുക്കൊരു മാറ്റിനിക്ക് പോവാം. ജോലി എപ്പോഴേ തീർന്നു. ഏതേക്ക് സുലഭനെ ഒരുങ്ങാം. ഒന്നും കഴിക്കാതെ എന്നും കഴിക്കുന്നില്ലയോ? ഒരു നേരം കഴിച്ചില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്താകാനാ? ഓ, നിങ്ങൾ സ്തുതിയും കൂട്ടി പോയാൽ മതി. എനിക്ക് കുറച്ച് എഡ്യൂക്കേഷണൽ കാസറ്റ്സ് കണ്ടു തീർക്കാനുണ്ട്. അപ്പുറത്ത് രാധയെ കൂടി വിളിച്ചോട്ടെ. ഉവ്വ, അവളെ കൂടി കൊണ്ടുപോകാത്ത കുഴപ്പമുള്ളൂ. അവൾ കൊടുത്തിരിക്കുന്ന തുണി കണ്ടിട്ട് ഇവക്ക് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലോ. പ്രേമേട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എനിക്കിഷ്ടമല്ലെന്നോ? സുലുവിന്റെ കൂട്ടുകാരിയെ നമ്മുടെ ചെലവില് സിനിമ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്നോ? അവരെ ഞാൻ വിളിച്ചു പറയാം. സുലു ഒരുങ്ങ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ നിന്ന് ആന കളിക്കുന്നു. കഴിവേറി മാനം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്നെ നാടക നടനാക്കി മാറ്റിയ ദ്രോഹി നിന്നെ ഞാൻ. പക്ഷെ അവനെ വെറുപ്പിക്കുന്നത് ശരിയല്ലോ. ഹലോ രാജീവൻ. അയ്യോ, ഞാൻ വീഴും. എന്താ ഇത്? ഇന്ന് പുറത്തൊന്നും പോയില്ലേ? ഇല്ല, വൈകിട്ട് ഇറങ്ങണം. വൈകിട്ടാകുമ്പം ഡോക്ടേഴ്സിനെ നേരിട്ട് കണ്ട് ഓർഡർ ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെയിരിക്കുന്നു? കുഴപ്പമില്ല. ഓഹോ, സുലോചന അമ്മയും കൂടി മാറ്റിനിക്ക് പോകുന്ന പരിപാടി ഉണ്ട്. രാധയെ കൂടി ഒന്ന് വിടണം. ഒരു വിരോധമില്ല. എന്നാ ആയിക്കോട്ടെ, കളി ഇറക്കട്ടെ. മോളെ ഒരു ഗ്ലാസ് വെള്ളം. മക്കളെ, ഡാഡി എന്താടായി കാണുന്നത്? രാമായണ കാറ്റ് കൊച്ചു കഴിവറട മോൻ ഒരുങ്ങുന്നു. ഇവിടത്തെ 75% പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഇവൻ ഒറ്റൊരുത്തനാ. പോസ്റ്റ്മാന്റെ പോക്കറ്റ് തപ്പിയ പല പ്രായത്തിലുള്ള പ്രേമലേഖനങ്ങൾ കിട്ടും. എന്റെ അളിയാ, ഉമ്മ ഉമ്മ ഉമ്മക്കാൻ സ്നേഹം കൊണ്ടാണ്ടാ. എന്റെ അളിയനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സുലു, സുധിയെ നീ ഇവിടെ പട്ടിണി കിട്ടിരിക്കയാ? ആകെ കൂടിയുള്ളൊരു മൂട് അളിയനാ. അവന്റെ കോലം കണ്ടില്ലേ? നാളെ മുതൽ ദിവസവും ഇവന് ഓരോ ഗ്ലാസ് പാലും ഓരോ കോഴിമുട്ടയും വീതം കൊടുത്തോളാം. ഈ പ്രായത്തിൽ നല്ല പോലെ വല്ല കഴിച്ചില്ലെങ്കിലേ കുഞ്ഞിക്കൂമ്പ് വാടിപ്പോകും കുട്ടാ. അതുകൊണ്ടാ സിനിമയ്ക്ക് പോയിട്ട് വാട്ടാ. എന്താ അമ്മേത്? നമ്മള് ഭൂമിയുടെ ആകാശത്തോ? സിനിമ കഴിഞ്ഞിട്ട് വരുമ്പം എന്റെ അളിയൻ കുട്ടിന് 2 ജോഡി ഡ്രസ്സ് കൂടി എടുത്തോണം കേട്ടോ സുലു. അമ്മ എന്നെ ഒന്ന് പിടിക്കേ. ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ലേ.
സമയം നന്നാവുമ്പോ എല്ലാം നേരെയാകുമെന്ന് ഞാൻ പറയാറില്ലേ. ജാതകപ്രകാരം അവന് ശുക്രന്റെ തുടക്കമാ. എന്താ എന്താടാ ഇത്? എന്തിനായിരുന്നു വിളിച്ചത്? ഈ പ്രേമേട്ടൻ ഇതിപ്പോ ഒരു വലിയ തലവേദനയായിട്ട് പറഞ്ഞോളൂ. ഏതിലേ കയറിയത്? അല്ല, ജനലിന്റെ അപ്പുറത്ത് ആരോ മാറുന്നതായിട്ട് സുലോചനയ്ക്ക് തോന്നി. അല്ലേ? അതെ. അപ്പൊ അകത്ത് കയറിയില്ലേ? ഇല്ല. ആ നെല്ല് ഇപ്പൊ കിട്ടും. സാറ് കാര്യം ചെയ്യ്, കഥയും ഞെല്ലൊക്കെ നല്ലപോലെ അടച്ചു കിടന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ ഗോമതിയും പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇയാള് പോകുന്നില്ലേ? സുലോനെ, വല്ലാത്ത ഒച്ചയായിരുന്നല്ലോ. ശരിക്കും പേടിച്ചോ? പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ പേടിക്കുന്നത് നല്ലതല്ല. കള്ളൻ അതൊന്നും അറിയണ്ടല്ലോ അല്ലേ? കള്ളനൊന്നും അല്ല. പിന്നെ ഞാൻ നാളെ പറയാം. നല്ലൊരു സ്നേഹപ്രകടനം പ്ലാൻ ചെയ്ത അത് ചീറ്റിപ്പോയി. ഛേ, ഇത്രക്ക് ആക്റ്റീവ് ആവണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തൊരു വഴി? രാധികേ, രാധികേ, രാധികേ. എന്താ സുലോചനെ? നമ്മൾ സംശയിച്ച് ശരിയാ. പ്രേമേട്ടന് എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് ആകെ പേടിയാവുന്നു. സുലോചന വിഷമിക്കണ്ട. ഇപ്പൊ എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്. രാജേട്ടനൊന്ന് വന്നോട്ടെ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആ പിന്നെ പ്രേമേട്ടനെ അധികം ദൂരത്തോട്ടൊന്നും വിടണ്ട. മൂത്രം ഒഴിക്കാനും സമ്മതിക്കത്തില്ലേ? അയ്യോ, മെയിനെ പേർക്കിയ എന്നോട് ക്ഷമിക്കണം, ആളറിഞ്ഞില്ല. സാരമില്ല. ജോലി എന്നവന്റെ പെടലിക്ക് തന്നെയാണ് താൻ കത്തിവെച്ചതെങ്കിലും തൊഴിലിനോടുള്ള തന്റെ ആത്മാർത്ഥയെ ഞാൻ ബഹുമാനിക്കുന്നു. അയ്യോ, മുറുകി അണ്ടാ തേർക്കിയ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല, ഞാൻ സാറിനോട് ഒരു സംശയം ചോദിക്കുന്നത് വിരോധമില്ലല്ലോ? ഇല്ല, ചോദിച്ചോളൂ. സാർ എന്നും രാത്രി ഇവിടെ വന്നാണോ മൂത്രം ഒഴിക്കുന്നത്? അല്ല, സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒന്ന് ഒഴിക്കണമെന്ന് തോന്നി. ഞാൻ വിചാരിച്ച പോലെ അല്ല താൻ. ചോദ്യം ചെയ്യാനുള്ള വാസന നല്ലത്. അതായത് സംശയകരമായ സാഹചര്യത്തിൽ ആരെ കണ്ടാലും താൻ ചോദ്യം ചെയ്തോളൂ. ആയുഷ്മാൻ ഭവ. സാറ് ബാക്കി ഒഴിച്ചാട്ടെ, ആരും വരാൻ ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് മാറ്റി അടിക്കണോ? അയ്യേ.